പ്രൊഡക്റ്റ് സെൽ ഔട്ട് ചെയ്യുന്ന ഓൺടർപ്രണേഴ്സിനെ സംബന്ധിച്ചിട്ട് മാർക്കറ്റ് ഫിറ്റ് ആവുക പ്രൊഡക്റ്റ് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു ഇ കൊമേഴ്സ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഏത് ടൈമിലാണ് GST രജിസ്ട്രേഷൻ എടുക്കേണ്ടത്? ഇനീഷ്യൽ ടൈമിൽ തന്നെ എടുക്കണോ? അങ്ങനെ പല കൺഫ്യൂഷൻസും ഓൺടർപ്രണേഴ്സിൻ്റെ ഇടയിൽ കണ്ടുവരാറുണ്ട്. നമ്മളൊരു ഇ കൊമേഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഇനീഷ്യലി തന്നെ രജിസ്ട്രേഷൻ എടുക്കാതെ ഇരിക്കുന്നതാണ് നല്ലത്. നമ്മൾ സെൽ ഔട്ട് ചെയ്യുന്ന പ്രൊഡക്റ്റ് നമ്മുടെ ഇൻസ്റ്റഗ്രാം പേജസ് കൂടെ നമ്മുടെ ഫ്രണ്ട് സർക്കിളിലൊക്കെ പ്രൊഡക്റ്റ് സെൽ ഔട്ട് ചെയ്തിട്ട് അത്യാവശ്യം ഓർഡറും കാര്യങ്ങളും ഒക്കെ ഈ പറയുന്ന ഇൻഡിവിജ്വൽ പ്ലാറ്റ്ഫോം ത്രൂ ഇപ്പം നമ്മൾ വാട്സാപ്പിലൊക്കെ നമ്മളെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത്, അതുപോലെ തന്നെ അത്യാവശ്യം സൗണ്ട് ആയിട്ടുള്ള ഒരു ഇൻസ്റ്റഗ്രാം പേജ് ആണെങ്കിൽ അതിലൊരു ആഡൊക്കെ റൺ ചെയ്ത് അങ്ങനെയൊക്കെ കുറച്ച് ഓർഡേഴ്സ് വരുന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ബിസിനസിന്റെ അടുത്ത സ്റ്റേജ് എന്ന പോലെ പിന്നെ മീഷോയിലൊക്കെ നമുക്ക് GST രജിസ്ട്രേഷൻ ഇല്ലാതെ തന്നെ പ്രൊഡക്റ്റ് ലിസ്റ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെയൊക്കെ നമ്മുടെ കയ്യിലുള്ള പ്രൊഡക്റ്റ് സെൽ ഔട്ട് ആവുന്നുണ്ടോ എന്നുള്ളതൊന്ന് ചെക്ക് ചെയ്തതിന്റെ ശേഷം നമ്മൾ ഈ ഇടുന്ന റേറ്റ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് ഓക്കെ ആണ്. ഒരു ഇ കൊമേഴ്സ് പ്രൊഡക്റ്റ് സെൽ ഔട്ട് ചെയ്യുന്ന ഓൺടർപ്രണേഴ്സിനെ സംബന്ധിച്ചിട്ട് മാർക്കറ്റ് ഫിറ്റ് ആവുക പ്രൊഡക്റ്റ് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ സാഹചര്യങ്ങളിലൊക്കെ നമ്മുടെ പ്രൊഡക്റ്റിന് അത്യാവശ്യം ഓർഡറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെയുള്ള ഒരു സിനാരിയോയിലാണെന്നുണ്ടെങ്കിൽ അടുത്തതായിട്ട് നമ്മളൊരു GST രജിസ്ട്രേഷൻ പോലെയുള്ള കാര്യങ്ങൾ ഓപ്റ്റ് ചെയ്യുന്നതായിരിക്കും നന്നാവുക. എപ്പോഴും ഇ കൊമേഴ്സ് ബിസിനസിനെ സംബന്ധിച്ചിട്ട് നമ്മൾ സെൽ ഔട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പ്രൊഡക്റ്റ് മാർക്കറ്റ് ഫിറ്റ് ആയിരിക്കണം. അത് ഒരു ടെസ്റ്റ് റണ്ണ് പോലെ ചെയ്ത് നോക്കിയതിന്റെ ശേഷം ഒരു രജിസ്ട്രേഷൻ പ്രോസസ്സിലേക്കൊക്കെ മൂവ് ഓൺ ചെയ്യുന്നതാണ് നല്ലത്.